ഇന്നലെ ഡിസംബർ 31 ന്യൂ ഇയറിൻ്റെ തലേ ദിവസമായിട്ട് പോലും ഞങ്ങൾക്ക് വലിയ പ്ലാനിംഗ് ഒന്നുമില്ലായിരുന്നു. എല്ലാ വർഷവും കോറമംഗലം പോവുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വർഷം രാത്രി നേരത്തെ തന്നെ കോറമംഗലയ്ക്ക് വിട്ട്. ശരിക്കും നല്ല ക്രൗഡായിരുന്നു. അതിനെ പറയേണ്ട കാര്യമില്ല. കോറമംഗലം പോയി കഴിഞ്ഞാൽ ഭയങ്കര തിക്കും തിരക്കായിരിക്കും ആ സമയത്ത്. കഴിഞ്ഞ വർഷം ഇത് തന്നെയായിരുന്നു സിറ്റുവേഷൻ. പക്ഷേ ഇത്തവണ ആ തിരക്കിൻ്റെ ഇടയിലോട്ടൊന്നും പോകാൻ മെനക്കെട്ടില്ല. കഴിഞ്ഞ വർഷം അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയിട്ടേ എങ്ങനെയൊക്കെയോ സ്കൂട്ടായതാണ്. ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഈ ക്രൗഡ് കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ്. കുറേ നേരം കോറമംഗലം മൊത്തം കറങ്ങിയെന്ന് വെച്ചാൽ ചുമ്മാ ഇറങ്ങി നടക്കുമായിരുന്നു. പക്ഷേ എങ്ങോട്ട് പോയാലും നമ്മുടെ കർണാടക പോലീസ് മാമന്മാരുണ്ടല്ലോ, ലാത്തി വീശി ഓടിക്കും. അതുകൊണ്ട് നമ്മളത്ര റിസ്ക് ഒന്നും എടുത്തില്ല. ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ അമ്മ ഒന്നും പറയണ്ട, ഭയങ്കര കൂക്കി വിളി ആഘോഷങ്ങളായിരുന്നു. എല്ലാവരും ഹാപ്പി ന്യൂ ഇയറൊക്കെ ഉച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ടായിരുന്നേ. ശരിക്കും നല്ല രസമാണ്. ഒരു ന്യൂ ഇയർ വൈബ് എന്നൊക്കെ പറയുമ്പം കോറമംഗലമൊക്കെ പോയി കഴിഞ്ഞാൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് നേരെ നെക്സസ് മാളിലൊക്കെ ഒന്ന് പോയി. അതുപോലെ തന്നെ രാത്രി 2 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ റൂമിലേക്ക് പോയത്. അതിനിടയ്ക്ക് പതിവ് തെറ്റിക്കാണ്ട് സെൻറ്റ് ജോൺസ് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് അവിടെയും കുറേ നേരം ഇരുന്നു. മടിവാളെത്തിയപ്പോൾ കോറമംഗലം ഉള്ളതിനേക്കാളും ആളുകൾ തിക്കും തിരക്കായിട്ട് റോഡിൽ കൂടി നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലായിടത്തും എല്ലാവർക്കും ആഘോഷം തന്നെയാണ്. അങ്ങനെ ഈ 2025 കഴിഞ്ഞു, 2026 നമ്മൾ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുകയാണ്. ഹാപ്പി ന്യൂ ഇയർ.